ഹലോ, അപ്പം നമ്മുടെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ക്ഷേത്രങ്ങളിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ അമ്മയുടെ കുടുംബക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പം അതിനുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് ഒരു കുഞ്ഞു കടയിൽ കയറി. അപ്പോൾ അവിടെ നിന്ന് പൂവ്, പഴം, ചന്ദനത്തിരി, കർപ്പൂരം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ ക്ഷേത്രത്തിലേക്ക് ചെന്നു. അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിൻ്റെ പരിസരം. പരിസരം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ക്ഷേത്രത്തിന് സ്വന്തമായിട്ടൊരു 18 ഏക്കറോളം ഉണ്ട്. അപ്പോൾ അതിനെല്ലാം ഇതുപോലെ ചെടിയും കുറേ കൃഷികളും ഒക്കെ ഉണ്ട്. അപ്പം പുതിയതായിട്ട് ഇവിടെ ഇലക്ട്രിക് വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം അവിടത്തേക്ക് ഓരോരുത്തർ സ്പോൺസർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ വിളക്ക് കത്തിച്ചിട്ട് വേണം നമ്മൾ അകത്തോട്ട് കയറാനുള്ളത്. അപ്പോൾ ഇവിടുത്തെ തേരാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും കാണുന്നത് പോലെ കുതിരയും ഈ ക്ഷേത്രത്തിലുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ വാതിലുകളൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. കാരണം ഇവിടെ കഴിഞ്ഞ വർഷമാണ് പുനഃപ്രതിഷ്ഠ നടത്തിയത്. അപ്പം നമ്മൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചാണ് ഭഗവതിയെ കാണാൻ പോകുന്നത്. അപ്പോൾ എട്ടിക്കൈ അമ്മനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഉൾവശം. ഉൾവശം എന്ന് പറയുമ്പോൾ പ്രതിഷ്ഠയല്ല, പ്രതിഷ്ഠയിൽ ആ ഭാഗത്തേക്ക് നമുക്ക് മൊബൈലൊന്നും അലൗഡ് അല്ല. അതുകൊണ്ട് നമ്മൾ പുറത്തുള്ള കാഴ്ചകൾ മാത്രമാണ് എടുക്കുന്നത്. ഇത് നമ്മുടെ കൊടിമരമാണ്. അപ്പോൾ എല്ലാം കല്ല് കൊണ്ടുള്ള പണികളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് ക്ഷേത്രത്തിൻ്റെ പുറകു വശമാണ്. അപ്പോൾ നമ്മളിതെല്ലാം ചുറ്റിക്കറങ്ങി തൊഴുതിട്ടൊക്കെ വന്നു. അപ്പം നമ്മൾ കൊടുത്ത ആ പ്രസാദം നമുക്ക് തന്നെ തിരിച്ചു തരും അവർ. അതിനകത്തുനിന്ന് ഒരു മുറി തേങ്ങയും 2 പഴവും മാത്രം അവരെടുക്കും. ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് തന്നെ തിരിച്ചു തരും. അപ്പോൾ അതൊക്കെ കിട്ടി. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ വാതിലൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളി വാതിലൊക്കെയാണ്. ചുറ്റുപാടെല്ലാം അടിപൊളിയാണ്. അപ്പോൾ ഒരുപാട് പരിമിതികളുണ്ട് ഇവിടെ മൊബൈലെടുത്ത് വീഡിയോ ഒക്കെ എടുക്കുന്നതിന്. അപ്പോൾ നമ്മൾ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ മൊബൈലിലൊക്കെ പിടിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തൊഴുതിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ കണ്ടോ, വാതിലൊക്കെ നല്ല മനോഹരമായ കൊത്തുപണികളോട് കൂടിയുള്ളതാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ ഒട്ടുമിക്ക അമ്പലങ്ങളും ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ അകത്തളത്തിൽ നിന്നുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ തേരെന്ന് പറയുമ്പോൾ നമ്മളിത് കാണും പോലെയൊന്നും അല്ല, ഭയങ്കര വലുതാണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ. അപ്പോൾ നമ്മൾ ആ ക്ഷേത്രത്തിൽ തൊഴുതു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ദൂരം പോകാനുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ മുൻവശം ഇതാണ്. അപ്പോൾ ദേവിയെ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇതാണ് ദേവി എന്ന് പറയുന്നത്, എട്ടുകൈയമ്മൻ ദേവി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ